ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇക്കാക്ക പറഞ്ഞു ഇങ്ങനൊരു കടയുണ്ട്, നമുക്ക് അവിടെ പോയി നോക്കിയാലോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെന്താ, ഇന്ന് വീട്ടിലാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കാരണം രാത്രിത്തേക്കുള്ളൊക്കെ ഫുഡൊക്കെ നമുക്ക് രാവിലെ ഉണ്ടാക്കി തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ ഓക്കെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോയൊരു വീഡിയോ കേട്ടോ. ആക്ച്വലി ഞങ്ങൾ പോയതൊരു കെറ്റിൽ വാങ്ങിക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ. പക്ഷേ വാങ്ങിച്ചത് കെറ്റിലല്ല, വേറെ 2-3 ഐറ്റംസാണ് കേട്ടോ. അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം, അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന കട എന്ന് പറയുന്നത് നല്ല കുറേ ഓഫേഴ്സ് ഉള്ളൊരു കടയാണ്. ഇവിടെ ഇഷ്ടംപോലെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നോക്കി, നമ്മുടെ മണ്ണും കൊണ്ട് ഉണ്ടാക്കിയ ജ്യൂസ് ഗ്ലാസ്, അതിന് ഒരെണ്ണത്തിനാണോ അതോ സെറ്റായിട്ടാണോ എന്നറിയില്ല, 150 രൂപയാണ് അതിൽ പ്രൈസ് ഇട്ടേക്കണേ. ഇവിടെ ഒത്തിരി പാത്രങ്ങളുണ്ട്. നമുക്ക് ഒന്നും വാങ്ങിക്കാതെയോ ഒന്നും എടുത്ത് നോക്കാതെ പോലും തിരിച്ചു വരാനായിട്ട് തോന്നില്ല. അമ്മാതിരി കളക്ഷൻസ് ആയിരുന്നു കേട്ടോ. ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഓരോ പീസ് എടുത്താൽ കൊള്ളാമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അതിന് അനുവദിക്കാത്തത് കൊണ്ടും വീട്ടിൽ സ്ഥലമില്ലാത്തത് കൊണ്ടും ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചു. ഫസ്റ്റ് പറഞ്ഞ റീസണാണ് യഥാർത്ഥ റീസൺ. സ്ഥലമൊക്കെ നമുക്ക് ഉണ്ടാക്കുന്നതല്ലേ ഉള്ളൂ. പിന്നെ ഈ ഒരു കപ്പ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. അപ്പോൾ ഞാനൊരു കപ്പ് എന്തായാലും വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ച് നടന്നിട്ട് കുറച്ച് ദിവസമായിരുന്നു. അപ്പോൾ പിന്നെ ഇതിലൊരു കപ്പ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ ഏത് സൈസാണ് എടുത്തതെന്നുള്ളത് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് വാങ്ങിക്കാൻ തന്നെ ഞാൻ ഇക്കാക്കാനോട് കുറേ ബലപ്പെടുത്തി നടത്തിയിട്ടാണ് ഇക്കാക്ക എനിക്ക് വാങ്ങിച്ചു തന്നത്. കെറ്റിൽ നോക്കാൻ വന്ന് ഞാൻ ഇവിടെയുള്ള എല്ലാ പാത്രങ്ങളും ഇക്കാക്കാനെ കാണിച്ചു കൊടുത്തും അതിൻ്റെ വില കണ്ട് അതിശയപ്പെട്ടിട്ടാണ് ഇവിടുന്ന് പോകുന്നത് കേട്ടോ. ഓരോ പാത്രങ്ങളെടുത്ത് കൈ പിടിച്ചിട്ട് ഇക്കാക്ക ഇത് നോക്കി എന്ത് ഭംഗിയാണ്, ഇതിൽ ഫുഡൊക്കെ സെർവ് ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കുമല്ലേ, വീഡിയോയൊക്കെ എടുക്കുമ്പോൾ അടിപൊളിയായിരിക്കും എന്ന് പലതട്ടം ഞാൻ പറഞ്ഞിട്ടും അതിൽ ഒരെണ്ണമെങ്കിലും വാങ്ങിച്ചു തരാനുള്ള മനസ്സെൻ്റെ ഇക്കാക്ക് എന്തോരം ആലോചിച്ചിട്ടും വരുന്നുണ്ടായില്ല കേട്ടോ. ഈ പാത്രമൊന്നും നമുക്ക് ആവശ്യമില്ലെങ്കിലും അതിൻ്റെ ക്യൂട്ട്നെസ്സും അതിൻ്റെ വിലയൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാനൊരാഗ്രഹം. ഇത്രയും പാത്രങ്ങളും കളക്ഷൻസ് ഉള്ള കടയിൽ കൊണ്ടുപോയാൽ ആർക്കായാലും ഇങ്ങനെയൊക്കെ തോന്നാതിരിക്കുമോ? എന്നെപ്പോലെ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയിലൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ വരാമെന്നുള്ളത് ഇക്കാക്കയുടെ മാത്രം ഐഡിയ ആയതുകൊണ്ട് ഇക്കാക്ക എന്നൊന്നും പറയാനും പറ്റില്ലല്ലോ. ആ ഒരു ബലത്തിലാണ് ഞാൻ ഇതെല്ലാം കാണിച്ചു വിട്ടുന്നത്. കാക്ക എനിക്ക് കപ്പ് ഒരു ഏതെങ്കിലും ഒരു പാത്രവും മേടിച്ച് തന്നെ കാക്ക. എനിക്ക് ഇതിലേതെങ്കിലും ഒന്നല്ലെങ്കിൽ ഇത് നീ രണ്ടും എനിക്ക് വാങ്ങിച്ചു തന്നെ. ഓക്കെ, പിന്നെ അതിലൊരു പാത്രം വേണം. ഇതിൽ അത് വേണം. സക്സസ്ഫുള്ളി ഞാൻ ഇക്കാനെ കൊണ്ട് 2 പാത്രം. പക്ഷേ അതിന് ഒരെണ്ണത്തിന് 80 രൂപ, ഒരെണ്ണത്തിന് 40 രൂപ ഉള്ളു ഗൈസ്. ഇനി വേറൊരു ടെസ്റ്റ് ഉണ്ട്. ഈ കാശ് പോകാൻ പോകുന്നത് എൻ്റെ അക്കൗണ്ടിൽ നിന്നും കൂടെയാണ്. അപ്പോൾ ഏത് കപ്പ എടുത്തതെന്നും അതിലുള്ളൊരു ടെസ്റ്റും നിങ്ങൾ കണ്ടില്ലേ? ഇത്രേ ഉള്ളൂ. ഗ്ലാസ് ഐറ്റംസിനൊക്കെ ഭയങ്കരമായിട്ട് ഓഫറൊക്കെ ഉണ്ടായിരുന്നില്ല. പിന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ നോക്കാൻ വന്ന കെറ്റിൽ. 1-2 കെറ്റിലൊക്കെ നമ്മൾ നോക്കിയെങ്കിലും പക്ഷേ കെറ്റിൽ വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചാലോ എന്ന് ആലോചിച്ചു, അതും നോക്കി. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിനൊരു തൃപ്തി വരാത്തതുകൊണ്ട് ഞങ്ങളത് വാങ്ങിച്ചില്ല. ഇൻഡക്ഷൻ കുക്കർ വേണോ കെറ്റിൽ വേണോ അതോ രണ്ടും വേണോ? രണ്ടും നമ്മളെന്തായാലും വാങ്ങിക്കൂല. എന്നാലും നമ്മൾക്ക് ആഗ്രഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അതിനാർക്കും കാശ് കൊടുക്കണ്ടല്ലോ. പിന്നെ ഷൂസൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് 299 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഞങ്ങൾ അതൊക്കെ നോക്കി. അതൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടൊന്നുമില്ല, എന്നാലും ജസ്റ്റ് അവിടുത്തെ കളക്ഷൻസൊക്കെ ഒന്ന് നോക്കി. കുറച്ചധികം ജസ്റ്റ് ഞാൻ പറയുന്നുണ്ടല്ലേ, സാരില്ല, ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നു. അങ്ങനെ കുറേ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൽ നിന്നും എനിക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടോ. പക്ഷെ നമ്മുടെ ഇക്കാക്ക സമ്മതിച്ചില്ല. നമ്മുടെ അല്ല, എൻ്റെ ഇക്കാക്ക സമ്മതിച്ചില്ല. നിങ്ങൾക്കും ഉണ്ടോ ഇങ്ങനത്തെ ഇക്കാക്കമാർ? അതും ജസ്റ്റ് കമൻറ്റ് ചെയ്തോ. എന്നാലും ഞാൻ ചുമ്മാ എല്ലായിടത്തും നോക്കി. പിന്നെ ഇത് കണ്ടില്ലേ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഫീഡിങ് ബോട്ടിലാണ്, അതും സ്റ്റീലിൻ്റെ. നല്ല രസമുണ്ടായിരുന്നു, കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുത്തെ ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ അടുത്തേക്കൊക്കെ വന്നു. ഇക്കാക്ക കുറേ നേരം അവിടുത്തെ ടി വിയിലും സ്പീക്കേഴ്സിലൊക്കെ നോക്കിയിരുന്നു. എനിക്കൊരു മൈക്ക് വാങ്ങിച്ചു തരുമെന്ന് ഞാൻ ചോദിച്ചു, അപ്പോഴും വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പോൾ ആ ടി വിയിൽ കണ്ട പാട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? അതും ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഒന്നും വാങ്ങുന്നില്ലെങ്കിലും എല്ലാത്തിൻ്റെ റേറ്റും ഡീറ്റെയിൽസും എല്ലാം നോക്കി നിന്ന് പിന്നെ നമ്മൾ അവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി. അവിടെ ഡ്രസ്സ്, ചെരുപ്പ്, പില്ലോസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഷോർട്സ് കണ്ടപ്പോൾ ഇക്കാക്ക ജസ്റ്റ് നോക്കി, പക്ഷെ വാങ്ങിച്ചില്ല. പിന്നെ സോക്സ് 3 പെയറിന് ജസ്റ്റ് 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ, അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കാക്കയുടെ കുറേ ക്യൂട്ട്നെസ് വാരി എറിയലുണ്ടായിരുന്നു. പിന്നെ ഗേൾസിന് പറ്റിയ ടോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ബ്ലാക്കിന് 800 സംതിങ് ആയിരുന്നു, പക്ഷെ നല്ല ക്വാളിറ്റി, നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കാണാനായിട്ട്. വേറെയും കുറേ ഡ്രസ്സും പാൻസും ഒക്കെ ഓഫറിലുണ്ടായിരുന്നു, പക്ഷെ നമ്മളതൊന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഓഫർ ഇല്ലാത്ത കുറേ ഷൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വിലയൊക്കെ നോക്കി ഇക്കാക്ക ജസ്റ്റ് ഒന്ന് സന്തോഷിച്ചു, അത്രേ ഉള്ളൂ.
ബോയ്സിന് മാത്രമല്ല ഗേൾസിനും അവിടെ കുറേ ഷൂവിൻ്റെയും ചെരുപ്പിൻ്റെയും കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ താഴത്തേക്ക് ഇറങ്ങി. അങ്ങനെ പിന്നെ ഇനിയൊന്നുമില്ല. അപ്പോൾ കെറ്റിൽ ഒന്നും കൂടി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തടഞ്ഞു നിന്നു. അപ്പോൾ നമ്മൾ ഓൺലൈനിലും അതേപോലെ അവിടുത്തെ കടയിലെയും പ്രൈസൊക്കെ നോക്കി പിന്നെയും ഞങ്ങൾ വേണ്ടാന്ന് തീരുമാനിച്ചിട്ടോ. അങ്ങനെ നമ്മുടെ ഷോപ്പിങ്ങൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ നമ്മുടെ സോക്സും ആ ഒരു പാത്രവും കപ്പും നമ്മൾ ബില്ലടിക്കാനായിട്ട് നിന്നു. അങ്ങനെ അവർ നമുക്ക് ബില്ലടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങാനുണ്ടെന്നുള്ള വിഷമം എനിക്കുണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ ആ എടുത്തതിന് പൈസയൊക്കെ കൊടുത്തപ്പോൾ ഇക്കാക്കാനെ കാണുന്നില്ല. നോക്കിയപ്പോൾ അവിടെ പുറത്ത് ഓഫറിന് ഇട്ടേക്കണ ചെരുപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ചെരുപ്പും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് 99 രൂപ ഒരു പെയറിനുണ്ടായുള്ളൂ. അപ്പോൾ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നൊന്നുമില്ല, നമ്മൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.